ഇന്ന് നമുക്ക് നല്ല ക്രീം ബേസ് ആയിട്ടുള്ള ചുരിദാർ സെറ്റുകൾ കണ്ടാലോ. ഇതുപോലെ ക്രീമില് ഡിഫറെന്റ് കളേഴ്സ് ആഡ് ചെയ്ത് വന്നിട്ടുള്ള സെറ്റുകളാണ്. എല്ലാം കോട്ടൺ ഹക്കോബ ഫാബ്രിക്കുകളാണ് കേട്ടോ. അതിൽ വന്നിട്ടുള്ള ഈ ഒരു എംബ്രോയിഡറി വർക്കും ഇതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സും ഒക്കെ വരുന്ന സെറ്റുകളാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത്. ഇത് ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇങ്ങനെ ക്രീമില് ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. നല്ലൊരു റിച്ച് വർക്കാണ് വരുന്നത്. നമുക്ക് നെക്ക് ഇതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ചെസ്റ്റ് പോർഷനിൽ വരുന്ന പോലെയാണ് കേട്ടോ. പ്യുർ ഹക്കോബയാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത്. നല്ല പ്യുർ കോട്ടണിൽ വരുന്ന ഹക്കോബ കട്ട് വർക്ക് ആണ് ഫ്രണ്ട് പോർഷൻ. ബാക്ക് സൈഡ് വരുമ്പോൾ ഈ കോട്ടണിൽ തന്നെ പ്ലെയിൻ ആണ് വരുന്നത്. ക്രീം ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ ഈ ഒരു ഒലിവ് ഗ്രീൻ പെയറിംഗ് ആണ്. ദുപ്പട്ട ഒരു സെമി സിൽക്കില് ത്രൂ ഔട്ട് ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്ക് ആണ്. സ്കാലപ്പിംഗ് വർക്കും വരുന്നുണ്ട് കേട്ടോ. സോഫ്റ്റ് ഷാൻഡൂണിൽ വരുന്ന ബോട്ടം പീസ് ആണ്. പ്രൈസ് വരുന്നത് 1350 വിത്ത് ഫ്രീ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്. ക്രീം ഹക്കോബ ബേസില് നമുക്ക് നല്ലൊരു വൈൻ കളർ ആണ് കേട്ടോ. ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ നല്ല നീറ്റ് ആയിട്ടുള്ള വർക്കാണ്. നമുക്ക് ജസ്റ്റ് ആ നെക്ക് കട്ട് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി, വേറെ ഇംപ്രൂവൈസേഷൻസ് ഒന്നും ആവശ്യമില്ല. ദുപ്പട്ടയും നല്ല ഒരു പ്ലസന്റ് കളറാണ് കേട്ടോ. ഒരു വൈൻ ഷെയ്ഡില് ത്രൂ ഔട്ട് സ്കാലപ്പിംഗ് ആൻഡ് വർക്ക് ഉള്ള ദുപ്പട്ടയാണ്. സോഫ്റ്റ് ഷാൻഡൂണിൽ വരുന്ന കോൺട്രാസ്റ്റ് ബോട്ടം പീസ്. പ്രൈസ് സെയിം തന്നെ 1350 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ക്രീം ആൻഡ് ഒലിവ് ഗ്രീൻ തന്നെയാണ്. നമ്മൾ ആദ്യം കാണിച്ചതിൽ നിന്ന് ചെറിയ ഒരു എംബ്രോയിഡറി ഡിസൈൻസ് മാത്രം ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്, ചെറിയ ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ട് കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഫ്രണ്ട് പോർഷൻ ഹക്കോബ കട്ട് വർക്കും ബാക്ക് സൈഡ് പ്ലെയിൻ ക്രീമും ആണ്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സെമി സിൽക്കിൽ ഈ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. സ്കാൽപ്പിംഗ് വർക്കോട് കൂടിയ സെമി സിൽക്ക് ദുപ്പട്ട, സോഫ്റ്റ് ഷാൻഡൂൺ ബോട്ടം പീസ്. നെക്സ്റ്റ് വൺ വരുന്നത് ക്രീം ഹക്കോബയില് കുറച്ചിങ്ങനെ ഒരു ഇങ്ങനെ ഒരു കളേഴ്സ് വെച്ചിട്ടുള്ള പ്രിന്റുകളാണ് കേട്ടോ. ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. അതും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. നമ്മൾ മുന്നേ കാണിച്ചേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് കോട്ടൺ ആണ്. ഹക്കോബ ത്രൂ ഔട്ട് ഈ ഒരു ഹക്കോബയും ഈ ഒരു ലോവർ പോർഷനിലും ഒരു ബോർഡേഴ്സ് പോലെ ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗ്രീൻ, ഒരു ചെറിയ റെഡ് ഷെയ്ഡ്, യെല്ലോ ഒക്കെ മിക്സ് ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡ് നമുക്ക് ചെസ്റ്റ് പോർഷനിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഷെയ്ഡ് തന്നെ. ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെ ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റും വരുന്നുണ്ട്. ബ്ലോക്ക് പ്രിന്റുകളാണ് ത്രൂ ഔട്ട് വരുന്നത് കേട്ടോ. നല്ല ഈ ഒരു ക്രീം ബേസ് ഉള്ള നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സെറ്റാണ്. ഇത് സോഫ്റ്റ് കോട്ടൺ ആണ്. ദുപ്പട്ടയും നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. ത്രൂ ഔട്ട് ഈ ഒരു ബ്ലോക്ക് പ്രിന്റ്സ് ആണ്. ബോട്ടം വരുന്നത് ഇതിൽ വരുന്ന ആ ഒരു ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡിലാണ്. അതും കോട്ടൺ ആണ്, പ്യുർ കോട്ടൺ ആണ് ബോട്ടം പീസ് വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 1450 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ നമ്മളിപ്പോൾ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ്. ഇതിൽ വരുന്ന ഒരു പ്രിന്റുകളിൽ മാത്രമാണ് കേട്ടോ. ആ കളേഴ്സ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഒരു പിങ്ക് ഗ്രീൻ ആൻഡ് ഒരു പീകോക്ക് ഗ്രീൻ ആണ് മിക്സ് ചെയ്ത് വരുന്നത്. ഇതിൽ വരുന്ന ഈ ബ്ലോക്ക് പ്രിന്റിന്റെ കളറാണ് ബോട്ടം പീസ് വരുന്നത് കേട്ടോ. എല്ലാം കോട്ടൺ ആണ്. അതായത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട കോട്ടൺ തന്നെയാണ് വരുന്നത്. ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നന്നായിട്ട് ചേർന്ന് കിടക്കുന്ന നല്ല കംഫർട്ടബിൾ ആയി നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ്. പ്രൈസ് സെയിം തന്നെ 1450 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇന്നത്തെ കളക്ഷൻസ് ക്രീം ബേസ് ആയിട്ടുള്ള സെറ്റുകളായിരുന്നു. എല്ലാം നല്ല എലഗന്റ് സെറ്റ്സ് ആണ്. നമുക്കൊരു ഇങ്ങനത്തെയുള്ള ഒരു യൂണീക് ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റുകളാണ് കേട്ടോ. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക. നമുക്കിവിടെ സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ആവശ്യമാണെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.